നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലെ ഉറിയക്കോട് ചെല്ലന്റെയും സിൽവിയുടെയും മകൻ ചെല്ല ചന്ദ്രജോസ് അന്തരിച്ചു. 53 വയസ്സായിരുന്നു ചെല്ലയ്ക്ക് പ്രായം. സാധാരണഗതിക്ക് പ്രമുഖർ മരിക്കുമ്പോഴാണ് അന്തരിച്ചു എന്ന് പറയുന്നത്. സാധാരണക്കാർ മരിക്കുമ്പോൾ മരിച്ചു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. എന്നാൽ ഞാൻ ഈ ചെല്ലയുടെ മരണത്തെ അന്തരിക്കലാക്കുന്നത് അദ്ദേഹം കുറച്ചു നേരത്തേക്കെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നതുകൊണ്ടാണ്. കേൾവിക്കാർക്ക് ചിരി വരുന്നുണ്ടാവും, എന്നാൽ വാസ്തവം ഇതാണ്. 2011 ഓഗസ്റ്റ് മാസം 3-ാം തീയതി അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി യശശരീരനായ ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭാ യോഗം നടക്കുകയാണ് സെക്രട്ടേറിയറ്റിൽ. ആ സമയത്ത് സെക്രട്ടേറിയറ്റിലേക്ക് ഈ ചെല്ല കടന്നു വന്നു. അന്ന് അദ്ദേഹത്തിന് 40 വയസ്സ് മാത്രം പ്രായമാണ്. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും തടയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ എത്തിയ ചെല്ല നേരെ കയറിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് റൂമിലേക്കാണ്. അവിടെയും ആരും ചെല്ലയെ തടഞ്ഞില്ല. ചെല്ല മുഖ്യമന്ത്രിയുടെ കസേര വലിച്ച് അതിൽ കയറി ഇരുപ്പുറപ്പിച്ചു. അവിടെ ഇരുന്ന് ഫയലുകളൊക്കെ നോക്കാൻ തുടങ്ങി. അതിനിടയിൽ മുഖ്യമന്ത്രിയുടെ ഫോണിൽ നിന്നും 2 പേരെ ഫോൺ വിളിക്കുകയും ചെയ്തു. ഏറെ വൈകാതെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മന്ത്രിമാർ അവരവരുടെ ഓഫീസുകളിലേക്ക് മടങ്ങുന്നു. ഉമ്മൻചാണ്ടിയുടെ ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ളതുകൊണ്ട് മന്ത്രി കെ ബാബുവും KP മോഹനനും ഉമ്മൻചാണ്ടിക്ക് മുമ്പേ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലെത്തുമ്പോൾ ഇതാ മുഖ്യമന്ത്രി കസേരയിൽ ചെല്ലയിരുന്ന് ഭരണം നടത്തുന്നു. KP മോഹനൻ നല്ല കരുത്തനാണ്, കളരിക്കാരനാണ്. 2 മന്ത്രിമാരെ കണ്ട് കസേരയിലിരുന്ന മുഖ്യമന്ത്രി ചാടി എണീറ്റ് പുറത്തേക്ക് പോകാൻ തുടങ്ങി. ബാബുവും മോഹനനും ചേർന്ന് ചെല്ലയെ പിടിച്ചു നിർത്തി. അപ്പോഴേക്കും യഥാർത്ഥ മുഖ്യമന്ത്രി കടന്നു വരുന്നു. എന്താ, ആരാ എന്ന് ആശങ്കയോടെ ചോദിക്കുന്നു. അപ്പോൾ ചെല്ല പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ താങ്കൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? മുഖ്യമന്ത്രിക്ക് യാതൊരു പ്രസക്തിയുമില്ല. ഞാൻ ഭരിച്ചോളാം, കാര്യങ്ങൾ നോക്കിക്കോളാം. KP മോഹനനും ബാബുവിനും കലിപ്പ് മാറിയിട്ടില്ല. പക്ഷെ ഉമ്മൻചാണ്ടി പുഞ്ചിരിച്ചു. അപ്പോഴേക്കും പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഓടിയെത്തി. ഏറ്റവും രസകരമായ കാര്യം, ഈ സീനെല്ലാം ലോകമെമ്പാടുമുള്ളവർ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അഴിമതി നടക്കാതിരിക്കാൻ, സുതാര്യമാകാൻ ക്യാമറ സ്ഥാപിച്ച് അത് ലോകത്തെ കാണിച്ചു കൊടുക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി. കന്റോൺമെന്റ് പോലീസ് ചെല്ലയെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോയി. പക്ഷേ മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞു, അയാൾക്കെതിരെ കേസെടുക്കരുത്, വെറുതെ വിട്ടേക്കണമെന്ന്. കേസെടുക്കാത്തതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യം പോലും വേണ്ടി വന്നില്ല ചെല്ലയ്ക്ക്. ആ ചെല്ലയാണ് ഇന്നലെ 53-ാമത്തെ വയസ്സിൽ അന്തരിച്ചത്. ഞാൻ ആലോചിച്ചത്, ചെല്ല കയറിയിരുന്നത് പിണറായിയുടെ കസേരയിലായിരുന്നെങ്കിൽ എന്തു സംഭവിക്കുമെന്നാണ്. പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ ആരുടെയെങ്കിലും ശബ്ദം കേട്ടാൽ അത് തൊട്ടടുത്ത ക്ഷേത്രത്തിലെ നാമജപമാണെങ്കിൽ കൂടി എന്തൊരു അസ്വസ്ഥതയാണ് എന്ന് നമ്മൾ കണ്ടതാണ്. പിണറായിയുടെ മൈക്കിന് കലിപ്പുണ്ടായാൽ മൈക്കിനെതിരെ പോലും കേസെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. പിണറായി പ്രസംഗിക്കുന്ന നവകേരള സദസ്സിന് മുമ്പിൽ എണീറ്റ് നിന്ന ഒരു മദ്യപാനിയെ എടുത്തുകൊണ്ടുപോയി എടുത്തിട്ട് പൂശിയത് നമ്മൾ കണ്ടതാണ്. പിണറായിക്ക് കരിങ്കൊടി കാട്ടിയതിന്റെ പേരിൽ പിന്നാലെ വന്ന ഗുണ്ടാസംഘങ്ങൾ ദണ്ടുപയോഗിച്ച് വിദ്യാർത്ഥികളുടെ തലതല്ലി പൊട്ടിച്ചതും DYFIക്കാർ ചെടിച്ചട്ടിയും ഹെൽമറ്റും ഉപയോഗിച്ച് കണ്ണു പിഴുതെടുത്തതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ച് നമ്മുടെ മുഖ്യമന്ത്രി അനുമതി കൊടുക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ കണ്ണൂരിൽ ഒരു വനിതാ വിദ്യാർത്ഥി നേതാവിനെ നിലത്തിട്ട് തലമുടിയിൽ ചവിട്ടിപ്പിടിച്ച് ശരീരത്തിലെ വസ്ത്രങ്ങൾ വലിച്ചു കീറുന്ന പോലീസും ഗുണ്ടകളും നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിക്ക് കറുത്ത നിറം കാണുമ്പോൾ പോലും അസ്വാരസ്യമുണ്ടാകുന്ന നാട്ടിൽ ആ കസേരയിൽ പോയി ഒരാൾ കയറിയിരുന്നെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു? ഒരു ഷൂ പ്രതിഷേധത്തിന്റെ പേരിൽ എറിഞ്ഞപ്പോൾ വധശ്രമത്തിന് കേസെടുത്തു. മുഖ്യമന്ത്രി വിമാനത്തിൽ നിന്നും പോയതിനു ശേഷം കസേരയിൽ ഇരുന്നു കൊണ്ട് കരിങ്കടി ഇങ്ങനെ കയ്യിൽ പിടിച്ച് പ്രതിഷേധമെന്ന് മെല്ലെ പറഞ്ഞതിന് വിമാനത്തിൽ വെച്ച് തന്നെ തല്ലുകൊടുക്കുകയും പിന്നീട് പോലീസ് ആവശ്യത്തിലധികം കൈകാര്യം ചെയ്ത് മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന പേരിൽ കേസെടുക്കുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെയാണ് ഒരു മുഖ്യമന്ത്രിയുടെ കസേരയിൽ കയറി ഒരാൾ ഇരുന്ന് ഞാൻ നോക്കിക്കോളാം ഈ നാടിന്റെ ഭരണം എന്ന് പറയുന്നു. അയാൾക്ക് ഒരു പോറൽ പോലും ഏറ്റില്ല എന്ന് മാത്രമല്ല, അയാൾക്കെതിരെ കേസെടുക്കരുതെന്ന് ആ മുഖ്യമന്ത്രി വിളിച്ചു പറയുകയും ചെയ്തു. മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞ് തല പൊട്ടിച്ച സംഭവം കണ്ണൂരിലുണ്ടായി. അവിടെയും ആ മുഖ്യമന്ത്രി ക്ഷമിക്കുകയാണ് ചെയ്തത്. അണികളോട് രക്ഷാപ്രവർത്തനം നടത്താൻ ആഹ്വാനം ചെയ്യുകയല്ല ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ചെല്ലയ്ക്ക് 13 വർഷം കൂടി ആയുസ് നീട്ടിക്കൊടുത്തത്
ഉമ്മൻചാണ്ടിയാണ് എന്ന് പറയേണ്ടി വരും. പിണറായിയുടെ കാലത്തായിരുന്നെങ്കിൽ ചെല്ല അന്ന് തന്നെ മന്ത്രിമാരുടെ അടിയേറ്റോ അല്ലെങ്കിൽ പോലീസിന്റെ അടിയേറ്റോ അതുമല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ സഖാക്കളുടെ അടിയേറ്റോ കൊല്ലപ്പെടുമായിരുന്നു. ഇതൊന്നും സംഭവിച്ചില്ലെങ്കിൽ അന്ന് വൈകുന്നേരം വീട്ടിൽ കയറുന്നതിന് മുൻപ് ചെല്ലയുടെ ജീവൻ സഖാക്കൾ എടുക്കുമായിരുന്നു. വലിയ ആരോഗ്യമൊന്നുമുള്ള ആളല്ല ചെല്ല എന്നത് കണക്കിലെടുത്താണ് ഞാനിത് പറയുന്നത്. 53-ാമത്തെ വയസ്സിൽ അന്തരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. അതുകൊണ്ടാണ് ഈ ചെല്ലയുടെ മരണം ശ്രദ്ധേയമാകുന്നതും അത് മരിച്ചു എന്നതിനപ്പുറം അന്തരിച്ചു എന്ന് വായിക്കേണ്ടതും. ഉമ്മൻചാണ്ടി എന്ന മഹാനായ നേതാവിനെ ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തുകയാണ് ഈ ചെല്ല. അതിനുശേഷം 2014 മറ്റൊരിക്കൽ കൂടി ചെല്ല മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരുന്നു. തിരുവനന്തപുരത്തെ വനിതാ പോലീസുകാരുടെ വനിതാ ശാക്തീകരണ സെമിനാർ നടക്കുകയാണ്. 2014 ജനുവരി 17 മുഖ്യമന്ത്രിയെ കാത്ത് സംഘാടകരിരിക്കുമ്പോൾ ഞാനാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് ആ കസേരയിൽ പോയി ചെല്ല ഇരുപ്പുറപ്പിച്ചു. ഓർക്കണം, പോലീസുകാരുടെ പരിപാടിയാണ്. പക്ഷെ അന്നും ചെല്ലയുടെ ജീവൻ കാത്തത്, ചെല്ലയ്ക്കെതിരെ കേസെടുക്കാതിരിക്കാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രിയുടെ ഇടപെടലായിരുന്നു. അങ്ങനെയും ഒരു മുഖ്യമന്ത്രി ജീവിച്ചിരുന്നു എന്നതിൻ്റെ അടയാളപ്പെടുത്തലാണ് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ കാലത്ത് ചെല്ല എന്ന ഈ മനുഷ്യന്റെ മരണം പോലും വ്യക്തമാക്കുന്നത്.